നിയമനിർമ്മാണം വീണ്ടും തലപൊക്കി. കുറെ കാലം അതിനെക്കുറിച്ച് കേൾക്കാനേ ഇല്ലായിരുന്നു. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. മലങ്കര സഭയുടെ ചരിത്രവും സത്യവും പഠിക്കാതെ സംസാരിക്കുന്നത് പാവപ്പെട്ട വിശ്വാസികളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ഭാരതത്തിൻ്റെ പരമോന്നത കോടതിയെ കബളിപ്പിച്ച് ആർക്കും അന്തിമവിധി നേടാനാവില്ല. ആർക്കും എന്തും പറയാം. അതിന് മെത്രാനെന്നോ വിശ്വാസിയെന്നോ വ്യത്യാസമില്ല. പക്ഷേ കോടതി പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, പരാജയപ്പെട്ട കക്ഷി ഏത് കച്ചിത്തുരുമ്പിലും കയറി പിടിക്കുന്നത്. നിയമം അതിൻ്റെ വഴിക്ക് പോകും. ആ നിയമത്തെ തടയാൻ ആർക്കും സാധ്യമല്ല. താൽക്കാലികമായി ചില സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ അല്പകാലത്തേക്ക് തടഞ്ഞു വച്ചേക്കാം. പക്ഷെ അത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. കോടതി വിധി നടപ്പാക്കുന്നതിൽ അസഹിഷ്ണുത പൂണ്ട ചില ആളുകളുടെ നിലവിളികളാണ് ചുറ്റും കേൾക്കുന്നത്. സത്യവിരുദ്ധ പ്രസ്താവന നടത്തി പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു വിഫല ശ്രമം മാത്രം. പാവപ്പെട്ട വിശ്വാസികളുടെ വിയർപ്പിൻ്റെ വിലയെക്കുറിച്ച് യാക്കോബായ മെത്രാന്മാർ ഒന്ന് തിരിഞ്ഞു നോക്കണം. അവരുടെ പണത്തിന് വിയർപ്പിൻ്റെ ഗന്ധമുണ്ട്. ആ പണം ഉപയോഗിച്ച് തോൽക്കാൻ വേണ്ടി മാത്രം കേസ് നടത്തുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളതെന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ഒന്ന് ചോദിക്കണം. കേസ് നടക്കുന്ന പള്ളികൾ മലങ്കര സഭയുടേതാണ്. ഇടവകക്കാർ ചേർന്നാണ് പള്ളി പണിയുന്നത്. സത്യം മറച്ചു വെച്ച് പാവം വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കുന്ന മെത്രാന്മാർ ഒന്നോർക്കണം, അധികകാലം നിങ്ങൾക്ക് അവരെ പറ്റിക്കാൻ സാധിക്കില്ലെന്ന്. അവർ സത്യം തിരിച്ചറിയുമ്പോൾ മലങ്കര സഭയോട് ചേരും. സത്യം മറച്ചു വെച്ച് സംസാരിക്കുന്നതും പറയുന്നതും ഏത് ഉന്നതനായാലും മറ്റുള്ളവർ വിശ്വസിച്ചുകൊള്ളുമെന്ന് കരുതരുത്. 1934 ഭരണഘടന അത് അംഗീകരിച്ച് കോടതിയിൽ ഒപ്പിട്ട് കൊടുത്ത് വിധേയത്വം പ്രഖ്യാപിച്ചവരാണ് യാക്കോബായ വിഭാഗത്തിലെ മിക്ക തിരുമേനിമാരും. അതാരും മറന്നിട്ടില്ല. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരും മുമ്പേ തയ്യാറാക്കിയ സഭാ ഭരണഘടന എന്ന നിലയിൽ സഭയുടെ ദീർഘവീക്ഷണത്തെയും കെട്ടുറപ്പിനെയും മുക്തകണ്ഠം പ്രശംസിക്കുകയും യാതൊരു ന്യൂനതയില്ലെന്നും ഈ ഭരണഘടന പ്രകാരം മാത്രമേ സഭയുടെ ദേവാലയങ്ങൾ ഭരിക്കപ്പെടാവൂ എന്നും വിധിച്ചത് സുപ്രീം കോടതിയാണ്. ഭരണഘടനാ മൂല്യം ഉയർത്തിപ്പിടിക്കേണ്ട സർക്കാരും ഉദ്യോഗസ്ഥരും അത് ചെയ്യാത്തത് വിശ്വാസികളോട് മാത്രമല്ല കേരള സമൂഹത്തോട് കാണിക്കുന്ന നിഷേധമാണ്. സുപ്രീം കോടതി വിധി രാജ്യത്ത് നിയമമായിരിക്കെ അതിനു മുകളിൽ ഒരു നിയമം എന്നത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യൻ നിയമത്തെയും സുപ്രീം കോടതിയെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന യാക്കോബായക്കാർ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ അവകാശപ്പെടുന്ന സഭ സുപ്രീം കോടതി നിരോധിച്ചിട്ടുള്ളതാണ്. ആ സംഘടനയുടെ അസ്തിത്വം അത് നിലനിർത്താൻ കേരള സർക്കാർ പുതിയ നിയമനിർമ്മാണത്തിന് മുതിരുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് യാക്കോബായ മെത്രാന്മാരും ചില നേതാക്കളും പടച്ചുവിടുന്നത്. സുപ്രീം കോടതിയെ മറികടക്കാൻ ഒരു നിയമനിർമ്മാണ സഭകൾക്കും സാധ്യമല്ലെന്ന സാധാരണ ബോധമെങ്കിലും ഇവർക്കൊക്കെ ഉണ്ടാകേണ്ടതാണ്. എന്ന് അതുണ്ടാകും